നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. തുടർച്ചയായ ഒരു ഇടിവിലാണ് ഇന്ത്യൻ മാർക്കറ്റ്. നിഫ്റ്റി എല്ലാം തന്നെ 50 ഡേ മൂവിങ് ആവറേജിൻ്റെ താഴെയാണ്. ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഏകദേശം ഒരു 6400 കോടി രൂപയുടെ സെല്ലാണ് നടത്തിയത്. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 2000 കോടി രൂപയ്ക്ക് അടുത്ത് ബൈ നടത്തി മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തെങ്കിൽ കൂടിയും സെല്ലിംഗ് പ്രഷർ വലിയ തോതിലാണ്. ഇന്ന് യു എസിൽ നിന്ന് ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനങ്ങൾ വരുന്ന ദിവസമാണ്. അപ്പോൾ 25 ബേസ് പോയിൻ്റാണ് എല്ലാ ആളുകളും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഇൻഫ്ലേഷൻ സാധ്യതകൾ മുൻനിർത്തി റേറ്റ് കട്ട് ഉണ്ടാകില്ല എന്നും കൂടി ഒരു വിഭാഗം ബാധിക്കുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഇതിൻ്റെ എല്ലാം തന്നെ റിസൾട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ആവുന്നത് നാളെയാണ്. നമ്മളുടെ ഫിനാൻഷ്യൽ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് GDP അടുത്ത ക്വാർട്ടറിൽ ഉയരുമെന്നുള്ള ഒരു പോസിറ്റീവ് കമൻറ്റ് ഫിനാൻസ് മിനിസ്റ്ററുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ക്വിക്ക് ഉൾപ്പെടെയുള്ള 3 കമ്പനീസിൻ്റെ IPO ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഇൻഡെക്സ് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾ ആരും തന്നെ നിഫ്റ്റിനെ ഹെൽപ്പ് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ ഇല്ല. റിലയൻസും HDFC ബാങ്ക് ഉൾപ്പെടെ ഉള്ള കമ്പനീസിൽ സെല്ലിംഗ് പ്രഷർ കൂടുതലുണ്ട്. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ മാത്രം മുകളിലേക്ക് മാത്രം പോകുന്നുണ്ട്. ബിറ്റ്കോയിൻ 1,61,000 കടന്നു. ബ്രന്റ് ഓയിൽ 73, തൊട്ട് താഴെ ഗോൾഡ് $2,647 പെർ ഔൺസ്. ഇന്ത്യ വിക്സ് അനധികൃതമായിട്ട് കയറുകയാണ്. ഇന്നലെയും 4% ഉയർന്ന് 14.5. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ഫ്ലാറ്റാണ്. ജപ്പാൻ, കൊറിയ, ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ പ്രത്യേക ഡയറക്ഷൻ കാണിച്ചു തരുന്നില്ല. യൂറോപ്യൻ മാർക്കറ്റ് മിക്സഡല്ല, നെഗറ്റീവായിരുന്നു. ഡോയും നാസ്ഡാക്കും റെഡിൽ തന്നെ അടച്ചു. അതായത് ടെക്നോളജി ഇൻഡെക്സ് കഴിഞ്ഞ ദിവസം കയറിയതായിരുന്നു. അപ്പോൾ ടെക്നോളജി ഇൻഡെക്സ് ഉൾപ്പെടെ ഇന്നലെ ഇടിഞ്ഞിട്ടുണ്ട്. യു എസ് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളായിട്ടുള്ള ഇൻഫോസിസ് 1% ഇടിഞ്ഞു. എക്സ്റ്റൻഡിൽ 0.5% കയറി. വിപ്രോ നേരെ തിരിച്ച് 0.5% കയറി, എക്സ്റ്റൻഡിൽ 0.5% ഇടിഞ്ഞു. ന്യൂട്രലാണ്. എന്നാൽ HDFC, ICICI ബാങ്കും റിലയൻസും എല്ലാം തന്നെ കാണാം 1%-ലേറെ US മാർക്കറ്റിലും സ്റ്റോക്കുകൾ ഇടിഞ്ഞിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും. നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ PCR 0.5 ആണ്. കൂടുതൽ ആളുകൾ കോൾ ഷോർട്ട് ചെയ്ത ഒരവസ്ഥയാണുള്ളത്. 24,000 മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകുകയാണെങ്കിൽ ഓറബിൻ്റെ ഫാർമ US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഇവരുടെ പ്ലാനറി ഇൻസ്പെക്ഷൻ നടത്തിയപ്പോൾ 2 ഒബ്സർവേഷൻസ് റൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്, ശ്രദ്ധിക്കുക. JSW എനർജി കമ്പനി കൊറിയൻ LG എനർജി സൊല്യൂഷനായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഇവർ ഇന്ത്യയിൽ ബാറ്ററി നിർമ്മാണം നടത്താനായിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. അംബുജ സിമൻറ്റ്, സംഗി സിമൻറ്റും പെന്ന ഇൻഡസ്ട്രീസായിട്ട് ഈ അംബുജ സിമൻറ്റ് മെർജ് ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനം ബോർഡ് അംഗങ്ങൾ അംഗീകാരം കൊടുത്തു. എക്സൈഡ് ഇൻഡസ്ട്രീസ് 100 കോടി രൂപ ലിഥിയം ബാറ്ററി നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കമ്പനി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇൻഷുറൻസ് സ്റ്റോക്കുകളെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് GST കൗൺസിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ട പോലെ തന്നെ എഡിബിൾ ഓയിലിൻ്റെ എല്ലാം തന്നെ GST കുറയ്ക്കും എന്നുള്ള ഒരു വാർത്തയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഇൻഷുറൻസ് സ്റ്റോക്കുകൾ അത് ഗ്രൂപ്പ് ഇൻഷുറൻസ് അല്ലാതെയുള്ള വ്യക്തിഗത ഇൻഷുറൻസിൽ GST കുറച്ചേക്കാമെന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. ആദിത്യ ബിർള റിയൽ എസ്റ്റേറ്റ് കമ്പനി ഇവർ ലാൻഡ് അക്വയർ ചെയ്തിട്ടുണ്ട് റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകൾ ചെയ്യാൻ. എഡൽവൈൻസ് ഫിനാൻസിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് RBI എഡൽവൈൻസ് ഫിനാൻസിൽ ഒരു റെസ്ട്രിക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റെസ്ട്രിക്ഷൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഒരു ഫിനാൻഷ്യൽ ക്രൈബ് റിമൂവ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു ന്യൂസ് എഡൽവൈസിനെ സംബന്ധിച്ചുണ്ട്. ഇനി ഹാമ്പസ് BO IPO 1003 ടൈംസാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ ആയിട്ടുള്ളത്. ഹാമ്പസ് എന്ന് പറഞ്ഞത് ഒരു ഫാർമ റിലേറ്റഡ് കമ്പനിയാണ്. തിരുമല എൻ്റർപ്രൈസസ് കമ്പനി ഇവരെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് ബോർഡ് മീറ്റിംഗ് ചെയ്യുകയാണ്. നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. L&T മൈൻട്രി കർണാടക സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇൻകം ടാക്സ് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഓർഡർ സ്റ്റേ വന്നു എന്നുള്ള ഒരു ന്യൂസ്, ഒരു താൽക്കാലിക ആശ്വാസം L&T മൈൻട്രിക്കുണ്ട്. IPO സായി ലൈഫ് സയൻസ് എല്ലാം തന്നെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം സ്പൈക്ക് ചെയ്തു. മറ്റുള്ളതെല്ലാം തന്നെ ഓൾറെഡി മൊബിക്കിനെല്ലാം തന്നെ ലിസ്റ്റിംഗ് ഗെയിൻ ആളുകൾ എക്സ്പെക്റ്റഡ് ആണ്. മുത്തൂറ്റ് ഇവർ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. മുത്തൂറ്റ് പോലുള്ള സ്ഥാപനങ്ങൾ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള റിട്ടേൺ അവർ ഈ ഒരു നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സിലൂടെ നമുക്ക് തരും, ബാങ്കിൻ്റെ FDനേക്കാൾ കൂടുതൽ. VA ടെക് വബാഗ് കമ്പനി സൗദി അറേബ്യയിൽ നിന്നൊരു മെഗാ ഓർഡർ ഉണ്ടായിരുന്നു.
അത് ഈ ഓർഡർ ഇവർ ക്യാൻസലായി എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്, ശ്രദ്ധിക്കുക. റെസ്റ്റോറൻറ്റ് ബ്രാൻഡ് ഇന്ത്യ കമ്പനി ഇവർ ഫണ്ട് റൈസ് ചെയ്യുന്ന തീരുമാനം ഡിസംബർ 20, അതായത് വെള്ളിയാഴ്ച അവർ എടുക്കും. ബോർഡ് മീറ്റിംഗ് ചെയ്യുന്നുണ്ട്. സെലക്ടർ കമ്പനി ഇവർ AC മാനുഫാക്ചറിങ് ബിസിനസ് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഇപാക്ക് ഡ്യൂറബിളായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. സൺ TV കമ്പനി ഇവർ ഏഷ്യ FM ആയിട്ട് അമാൽഗമേഷൻ, അതായത് സംയോജനം ചെയ്യാനായിട്ട് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ അംഗീകാരം കൊടുത്തു. ഗുജറാത്ത് ഇൻഡസ്ട്രീസ് കമ്പനി 500 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള പുതിയ EPC കോൺട്രാക്റ്റ് അവർക്ക് ലഭിച്ചു. ജിൻഡാൽ സോ കമ്പനി ഇവർ 31% സ്റ്റേക്ക് റിന്യൂവബിൾ ഗ്രീൻ MHൻ്റെ അക്യൂർ ചെയ്തതായിട്ടാണ് ഇപ്പോൾ ഉള്ള ന്യൂസ്. മറ്റുള്ള ന്യൂസുകൾ നമ്മുടെ ട്രേഡ് ബഡ്ഡി ടാബിലും നമ്മുടെ ടെലഗ്രാമിലെല്ലാം തന്നെ ഉണ്ട്. അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യാം. ഈ നമ്മുടെ ട്രേഡ് ബഡ്ഡിയിൽ IPO, ഡിവിഡൻഡ് എല്ലാം തുടങ്ങിയ ഇൻഫർമേഷൻസ് ഉണ്ട്. ഫസ്റ്റ് കമൻറ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ശുഭ ദിനം വീണ്ടും തരുന്നു. താങ്ക് യു.